ഹായ് മക്കളെ, ക്ലാസ് 12 CBSE ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്റർ. അതിലെ അടിപൊളി ഒരു ന്യൂമറിക് ക്വസ്റ്റ്യനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂമറിക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ട്. ആ ക്രിസ്റ്റലിനകത്ത് 5 × 10⁸ ആറ്റമാണ് ഉള്ളത്. അതിനകത്തോട്ട് 1 ppm കോൺസെൻട്രേഷൻ നമ്മൾ ആർസെനിക് ആറ്റം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡോപ്പ് ചെയ്യുന്നു. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആർസെനിക് ആറ്റമാണ് ഡോണർ ആറ്റം എന്ന് പറയുന്നത്. ഡോണർ ആറ്റത്തിന് എണ്ണം തന്നെയാണ് ഇലക്ട്രോൺസിന് എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഡോണർ ആറ്റം എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ എത്ര ആറ്റം ഉണ്ട്? 5 × 10⁸ എന്തുണ്ട്? സിലിക്കൺ ആറ്റം ഉണ്ട്. അതിൽ 1 ppm ആണ്, പാർട്സ് പെർ മില്യൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 × 10⁻28 ഡിവൈഡ് ബൈ ഒരു മില്യൺ എന്ന് വെച്ചാൽ 10⁻6 ആണ്. 10⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആർസെനിക് ആറ്റത്തിൻ്റെ എണ്ണം കിട്ടുന്നതാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 × 10⁻² എന്ത് കിട്ടും മക്കളെ? 22 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നതാണ്. പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഹോൾസ് ആണ്. നമ്പർ ഓഫ് ഹോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ni² ഡിവൈഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. Niയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1.5 × 10⁻6. അതിൻ്റെ നമുക്ക് സ്ക്വയർ എടുക്കാം. 1.5 × 10⁻16 സ്ക്വയർ എന്ന് പറയുന്നത് 2.25 × 10⁻32 ഡിവൈഡഡ് ബൈ Neയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 5 × 10⁻, എന്താ മക്കളെ? 22 ആണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4.5 × 10⁻9 പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇതാണ് നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. Ne × NH = Ni². ഇതേപോലെ അടിപൊളി ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നമ്മൾ എൻഡ് ഗെയിമിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻഡ് ഗെയിമിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഡിസംബർ 1 നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എൻഡ് ഗെയിമിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.